ഇത്രയും ചോര ഉണ്ടാക്കി കിട്ടാൻ എന്തുമാത്രം ഞാൻ കഴിച്ചതാ. നമ്മുടെ അപ്പോൾ നോക്കി നല്ല കിടിലൻ സാധനം കേട്ടോ. അതേ ബർഗർ കണ്ടോ, നമ്മുടെ ചേറുമീൻ ബർഗറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് മീനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ചേറുമീൻ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അതിനെ വെട്ടി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ എന്തോ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ കാന്തി. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം അതിൻ്റെ കുക്കിങ്ങിലേക്ക് നേരെ പോയേക്കാം. അപ്പോൾ നമ്മൾ മീൻ വെട്ടുന്നിടത്തേക്ക് വരികയാണ്. നമ്മൾ അണ്ണൻ ഓടിയിരിപ്പുണ്ട് കേട്ടോ. അത് ഇത് കണ്ടോ, 2 എണ്ണം നമ്മൾ ഇന്നലെ പൊക്കിയതാണ്. യെസ് കടാ. കാന്തി ഇന്ന് നമ്മളെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ ഉണ്ടാക്കുന്നത് തന്നെ? അച്ചാറ് മറ്റേ സാധനമല്ലേ ഉണ്ടാക്കുന്നത്? ചെറുമീൻ അച്ചാർ അല്ല, മറ്റേതല്ലേ ഉണ്ടാക്കുന്നത്? മറ്റേത് എന്നതാ അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നോക്കണം. എന്നാ സംഭവം? ചിക്കൻ വെച്ചുണ്ടാക്കുന്നത്, നമ്മൾ ഇത്തവണ മീൻ വെച്ചുണ്ടാക്കുന്നത്. പേരറിയില്ല. പേരറിയത്തില്ല. ഓക്കെ, എന്നാൽ പണി തുടങ്ങിക്കോളും. അപ്പൊ ഈ 2 എണ്ണത്തിലാണ് നമ്മള് ചെയ്യാൻ പോകുന്നത്. ഒരാൾ മീൻ വെട്ടുന്ന കാണാൻ വന്നിട്ടുണ്ട്. കാത്തു മീൻ വെട്ടുന്ന കാണാടാ. മിമ്മി ബാ. അപ്പൊ ഒരാൾ ഇവിടെ ഇത് ഞങ്ങള് മീൻ വെട്ടുന്ന കാണാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. പറയാൻ പറ്റത്തില്ല. ഇത്രയും ചോര ഉണ്ടാക്കി കിട്ടാൻ എന്തുമാത്രം ഞാൻ കഴിച്ചതാ. മീൻ വെട്ടുവാ. ഒരു മീനെ വെട്ടി വൃത്തിയാക്കി അത്യാവശ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയായില്ല, മൊത്തം കുറച്ച് വൃത്തിയാകാനുണ്ട്. ഇത്രയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറുപ്പിനെ വെളുപ്പിച്ച് സായിപ്പാക്കാം. ഈ കറുപ്പെല്ലാം വെളുപ്പിക്കണമെന്ന് അവർ പറയുന്നത്. അതായത് സത്യഭാമയുടെ മീനാണിത് അല്ലേ? അല്ല, സത്യഭാമയുടെ മീനാണ് കേട്ടോ. സത്യഭാമയുടെ മീൻ ആക്കണം. അതായത് ഇപ്പൊ ഇത് കറുത്താണ് ഇരിക്കുന്നത്, ഇത് വെളുപ്പിക്കണം നമ്മൾ, അതുപോലെ ആക്കണം. ഓക്കെ, അപ്പോൾ ഒരുത്തനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെയും കൂടെ വെട്ടണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇനി നമ്മൾ വെട്ടുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഇനി നമ്മൾ വെട്ടുന്നതിലേക്ക് പോകുന്നില്ല കേട്ടോ. നിവർത്തുക കേട്ടോ. ഐസിനകത്തിരുന്ന് ഭയങ്കര ടൈറ്റായി പോയി. ഇവനെ നമ്മൾ നിവർത്തി എടുക്കണം. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അടിപൊളി ഉണ്ടോ? വലിച്ചോടിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഇതിനെ നീ കട്ട് ചെയ്തെടുക്കാം. ഇതിനെ കാന്തിയപ്പോഴത്തേക്ക് അരിഞ്ഞ് റെഡിയാകും കേട്ടോ. തുല്യം അരിഞ്ഞ് റെഡിയാകും. അപ്പോൾ നമുക്ക് നേരെ മീനിൻ്റെ തലയൊക്കെ വെട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും തല വെട്ടാൻ പോകുന്നു. തലയ്ക്ക് ഭയങ്കര കട്ട് ചെയ്യാണ്ട് കാന്തിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വെട്ടിയിട്ട് നമ്മൾ ബാക്കി ചെയ്യും. അത് വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുമീനാണ്. ചെറുമീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. ബർഗർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ പരിപാടി എന്ന്. വറക്കാൻ വേണ്ടി നമ്മൾ സാധാരണ മസാല തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. മുളക് പൊടി, ഉപ്പ്, നാരങ്ങ പിഴിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ശകലം ഇട്ടു. അത്രേ ഉള്ളൂ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ വറ്റൽമുളക് ഒരു ശകലം പൊടിച്ചിട്ടുണ്ട്. അതായത് നമ്മളത് കാണിക്കാൻ പറ്റില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഒന്ന് നോക്കാം. ഒരേ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. സൺഫ്ലവർ ഓയിൽ ഇതുണ്ടോ? സൺഫ്ലവർ ഓയിൽ അത് ചേർക്കാൻ പോകുന്നത്. എല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി പഠിക്കാം. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ പോവാണ്. അടിച്ചിട്ടുണ്ട്. നോക്കാം ഉണ്ടോ? ഏതുണ്ടോ? നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ സവോള മുറിക്കാൻ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രെഡ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചെയ്തു. ചെറുമീൻ നമ്മൾ വറുത്തൊരു പാത്രത്തിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ബണ്ണ് എടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ നോക്കാം എങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മയണൈസ് ഉണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ സവോള ഉണ്ട്, പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചതും ഉണ്ട്. നമ്മൾ ചിക്കൻ ഒരു ചെറുമീൻ ബർഗർ അല്ലേ, ചെറുമീൻ ബർഗറാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുമീൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഒരു വലിയ ഇതൊന്നും കൊടുക്കാൻ നമ്മൾ വാർത്ത വെച്ചേക്കും കേട്ടോ. കാരണം നമുക്ക് വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു.
വെട്ടി റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിനകത്തോട്ട് നമ്മൾ ശകലം മയണൈസ് ചെയ്യിപ്പോ കേട്ടോ. മയണൈസ് കൊള്ളാം, അടിപൊളി. അത് നമ്മൾ തക്കാളി എടുത്ത് വെക്കുകയാണ്. കാരണം രണ്ടെണ്ണോ 2 തക്കാളി വെച്ചിട്ടുണ്ട്. 2 സവോള വെക്കുന്നുണ്ട്. സവോള ഇച്ചിരി കൂടെ കനം കുറയ്ക്കേണ്ടായിരുന്നു സവോളയ്ക്ക്, പക്ഷെ അത്രയും നമുക്ക് ചെയ്യാനുള്ള വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ചേർമീൻ വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പ് ആയി പോയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റായിരുന്നു. കുറച്ചുകൂടെ നീളത്തിലായിരുന്നെങ്കിൽ ഒറ്റ കഷ്ണം വെച്ച് നമുക്ക് ചെയ്യാം. നല്ലൊരു പീസ് ആക്കിയാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അടുത്ത ബർഗർ നമ്മൾ ഓക്കുവാണ്. അത് വെച്ച് ഇതാണ് നമ്മുടെ സാധനം. ഇനി ഇത് അതിൻ്റെ മേളിലോട്ട്, അടുത്ത ബ്രെഡിൻ്റെ മേളിലോട്ട് നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ വെക്കുകയാണ് കേട്ടോ. ബർഗർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെക്കാം. ഓക്കെ, അടുത്ത് അപ്പോൾ അതേ നോക്കി, നല്ല കിടിലൻ സാധനം കേട്ടോ. അതേ ബർഗർ കണ്ടോ, നമ്മുടെ ചേർമീൻ ബർഗറാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി. അപ്പം വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ബർഗർ എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് ഒരു ബണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ആണെങ്കിലും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മളിപ്പോൾ ചേർമീൻ പിടിച്ചു, അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. നോക്കാം. വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഇതുപോലെ കഴിക്കുമല്ലോ, ബർഗർ കഴിക്കുമല്ലോ, അവിടുത്തെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നു. അവിടുത്തെ ചിക്കൻ്റെ ടേസ്റ്റ് പോലെ ഈ ചേർമീൻ്റെ ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ മീൻ ബർഗർ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന മീനിൻ്റെ പീസിനകത്ത് മുള്ളുണ്ടാകാൻ പാടില്ല കേട്ടോ. പണി കിട്ടുന്ന വഴി അറിയില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, അടിപൊളി. അപ്പോൾ ഇവിടെ 2-3 പേര് ഹാജരായിട്ടുണ്ട്, അവർക്കൂടെ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.